ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റൂട്ട് വേർഡ്സ് ബേസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി സെഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചില ഈ ഗൈമി, ഗൈനി, മിസ്സോ, അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, മിസ് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ അതൊക്കെയാണ് റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. റൂട്ട് വേർഡ്സ് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയിരുന്നാൽ, അതിൻ്റെ ഒരു കോമൺ മീനിങ് മനസ്സിലാക്കിയിരുന്നാൽ, നമുക്ക് ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് ആ മീനിങ്, ആ വേർഡിന്റെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസിയാണ് റൂട്ട് വേർഡ്സിന്റെ ആ ഒരു മീനിങ് മനസ്സിലാക്കി. അത് ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് വൊക്കാബുലറി സെഷൻ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂട്ട് വേർഡ്സും അത് കണക്ട് ചെയ്യുന്ന കുറച്ച് വാക്കുകളും നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. ബേസിക്കലി ഇത് വൺ വീഡിയോ കൊണ്ട് തീരണം എന്നില്ല. മോർ വീഡിയോസ് നമ്മൾ പോർഷൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന റൂട്ട് വേർഡ് എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ആൻ. എ, ആൻ. വിത്തൗട്ട് എന്നതാണ് ഈ ഒരു റൂട്ട് വേർഡിന്റെ കോമൺ മീനിങ്. വിത്തൗട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വേർഡ്സുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അബയോഗണോസിസ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വാക്ക് ആദ്യമേ നോക്കാം. അബയോട്ടിക്. അബയോട്ടിക്. അപ്പൊ എന്താണ് അബയോട്ടിക് എന്ന് പറയുന്നത്? ആബ്സെൻസ് ഓഫ് ലൈഫ്, അല്ലെ? ആബ്സെൻസ് ഓഫ് ലൈഫ്. ആബ്സെൻസ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ എക്കാർപ്പസ്. എക്കാർപ്പസ്. നോട്ട് പ്രൊഡ്യൂസിങ് ഫ്രൂട്ട്സ്. അത് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സ്റ്റെറൈൽ എന്ന് പറയും. ഫ്രൂട്ട്ലെസ്, ഇൻഫെർട്ടൈൽ, ബാരൻ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് എക്കാർപ്പസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് കാർപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറൈൽ അല്ല, നോട്ട് പ്രൊഡ്യൂസിങ് ഫ്രൂട്ട്. നോട്ട് പ്രൊഡ്യൂസിങ് ഫ്രൂട്ട്. എസെൻട്രിക്. എസെൻട്രിക് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിക്കേ. എ വിത്തൗട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിത്തൗട്ട് എ സെന്റർ. Without a center. Next one is acephalous. Acephalous. Cephal means head. Os, that means without a head, having no head. No head. അതാണ് acephalous. Acyclic. Not cyclic. Not cyclic. Achromatic. Achromatic എന്തായിരിക്കും? Without color. Chrom means color. Without color. Without color. Next one is agonic. Agonic is not forming or not having an angle. Not forming an angle. അതുപോലെ തന്നെ agnostic. Agnostic. No, unbeliever എന്ന് പറയും. One who believes that nothing can be said about God. Nothing can said about God. Said about God. അതുപോലെ atheist. നമുക്കറിയാം ദൈവത്തിൽ വിശ്വാസമില്ല. atheist എന്നുള്ള മീൻ. Next is amnesia. Amnesia. Amnesia കേട്ടിട്ടുണ്ടാകും. Loss of memory. Memory ഇല്ലാത്ത അവസ്ഥ. Loss of memory. Amoral. Amoral. Not moral. Not moral. Immoral എന്നൊക്കെ പറയുന്ന മീനിങ് amoral. Amorphous. Amorphous. മോർഫ് എന്നൊക്കെ പറഞ്ഞ ഷേപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹാവിങ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, അല്ലെ ഷേപ്പ്ലെസ്. ഷേപ്പ് ഇല്ലാത്ത അവസ്ഥയാണ് അമോർഫസ്. അനാൾജസിക്. അനാൾജസിക് എന്താണ്? അനാൾജസിക് എന്ന് പറഞ്ഞൊരു ഡ്രഗ് ആണ്, അല്ലെ? ദാറ്റ് റിലീസ് പെയിൻ. ദാറ്റ് റിലീസ് പെയിൻ. അനാൾജസിയ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? ലോസ് ഓഫ് എബിലിറ്റി ടു ഫീൽ പെയിൻ. അനാർക്കി. അനാർക്കി. അനാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോലെസ്നെസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ്. ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ്. അനോണിം. അനോണിമസ് കോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അനോണിം.
എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എ നെയിം, വിത്തൗട്ട് എ നെയിം, വിത്തൗട്ട് എ നെയിം. അതല്ലെന്നുണ്ടെങ്കിൽ എ നെയിം ദാറ്റ് ഈസ് നോട്ട് മെയ്ഡ് നോൺ എന്ന് പറയുന്നതാണ് അനോണിം, അനോണിമസ് കോൾ. നെക്സ്റ്റ് ഈസ് അനോസ്മിയ. അനോസ്മിയ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് സെൻസ് ഓഫ് സ്മെൽ, ലോസ് ഓഫ് സ്മെല്ലിനെയാണ് നമ്മൾ അനോസ്മിയ എന്ന് പറയുന്നത്. അതുപോലെ അപ്പതി, അപ്പതി, എമ്പതി, അപ്പതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ് ആയിട്ട് പെരുമാറുക. അപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് ആയിട്ട് പെരുമാറുക. മനസ്സിലായോ? ആബ്സെൻസ് ഓഫ് ഫീലിങ്സ്, ആബ്സെൻസ് ഓഫ് ഫീലിങ്സ്, ആബ്സെൻസ് ഓഫ് ഫീലിങ്സ് എന്നതാണ് അപ്പതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അഫോണിയ, അഫോണിയ എന്ന് പറയുന്നത്, അഫോണിയ NIA ആണ്. അഫോണിയ എന്ന് പറയുന്നത് ലോസ് ഓഫ് വോയിസ്, അല്ല സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇഞ്ചുറി മൂലം ഉണ്ടാവുന്ന സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ അഫോണിയ. ഫോൺ എന്ന് പറഞ്ഞ സൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അസിമെട്രി, അസിമെട്രി ഒക്കെ മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അസിമെട്രിക്, അസിമെട്രിക്കൽ അല്ല, അസിമെട്രി എന്ന് പറഞ്ഞാൽ നോട്ട് സിമെട്രി, വിത്തൗട്ട് സിമെട്രി, വിത്തൗട്ട് സിമെട്രി. നെക്സ്റ്റ് റൂട്ട് വേർഡ് ഓൾ, ആലി, ഓൾട്ടർ എന്നൊക്കെയാണ്. ഓൾ, ALI, അതുപോലെ തന്നെ ഓൾട്ടർ. സോ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് അതർ, അനദർ എന്നൊക്കെയാണ്. സോ നമുക്ക് വേർഡ്സ് ചെക്ക് ചെയ്യാം. ഏലിയാസ്, ഏലിയാസ്, സഗർ, ഏലിയാസ് ജാക്കി എന്നൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു കഥാപാത്രം നമുക്ക് ഓർമ്മയുണ്ടാവും. സോ ഏലിയാസ് എന്ന് പറയുന്നത് മറ്റു പേരിലൊക്കെ ഒരാൾ അറിയപ്പെടുന്നു. യൂസ്ഡ് വെൻ എ പേഴ്സൺ ഈസ് നോൺ ബൈ എനി അതർ നെയിം, അതിനാണ് നമ്മൾ ഏലിയാസ് എന്ന് പറയുന്നത്. സോ ഏലിയ മീൻസ് others. When a person, when a person, so when a person is known by other name, when a person is known by other name. സോ അത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എപ്പോഴും സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്നതാണ്. സോ ആ പേര് എന്തായാലും ഈസി ആയിരിക്കും. നെക്സ്റ്റ് വേർഡ് അലീബി. അലീബി, അലീബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് മറ്റൊരു പ്ലേസിലായിരുന്നു, അനദർ പ്ലേസിലായിരുന്നു ഒരു പേഴ്സൺ ഉണ്ടായിരുന്നുള്ള പ്രൂഫിനെയാണ് നമ്മൾ അലീബി എന്ന് പറയുന്നത്. എ പേഴ്സൺ വാസ് ഇൻ അനദർ പ്ലേസ്, എ പേഴ്സൺ ഇൻ അനദർ പ്ലേസ്. നമ്മൾ ലോയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അലീബി എന്ന് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ വാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വേർഡ് ആലിയൻ, ഏലിയൻ. സോ ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോറിൻ അല്ലെ. ഫോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രേഞ്ച് ആണ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അടുത്തുനിന്ന് വരുന്ന ഒരാളാണ് ഏലിയൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫോറിൻ, എക്സോട്ടിക് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ്, ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക, ഒന്നിനു വേണ്ടി ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഓൾട്ടർനേറ്റീവ്, മറ്റൊരു വഴി. അതുപോലെ തന്നെ നെക്സ്റ്റ് വേർഡ് ഓൾട്രൂയിസ്റ്റ്. ഓൾട്രൂയിസ്റ്റ് ഒക്കെ മിക്കവാറും ചോദിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് അൺസെൽഫിഷ് ആയിരിക്കും, മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത്, മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ ഓഫ് അതേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യുക, അതിനെ റിഗാർഡ് ചെയ്യുന്ന, അൺസെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരെ ഓൾട്രൂയിസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് ആയിട്ടുള്ള റൂട്ട് വേർഡ് ആണ് ആം, ഇയം. ഇയം മീൻസ് ലവ്, ലവ് എന്നതാണ് ഇതിന്റെ ഒരു മീനിങ്. സോ ഫസ്റ്റ് വേർഡ് അമച്വർ. അമച്വർ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അമച്വർ. സോ എന്താണ് അമച്വർ എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു ടേക്സ് പാർട്ട് ഇൻ ആൻ ആക്ടിവിറ്റി ഫോർ എൻജോയ്മെന്റ് അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ട് ആണ്. അമച്വർ എൻജോയ്മെന്റ്, ഒരു ജോബായിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ആക്ടിവിറ്റി ആയിട്ട് ഒരാൾ ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നതിനെയാണ് നമ്മൾ അമച്വർ. ലവർ അല്ലെ, അയാൾ അത് ജോലി എൻജോയ് ചെയ്യുക, ലവ് ചെയ്തുകൊണ്ട് ചെയ്യുക. അപ്പൊ എം എന്ന് പറഞ്ഞ മീനിങ് ലവ് എന്നുള്ള മീനിങ്. A person who takes part in any activity for enjoyment. Activity for enjoyment. Amateur. Next is amiable. Amiable means friendly. Friendly അല്ലെങ്കിൽ lovable. ഇതൊക്കെ ഇതിന്റെ ഒരു പ്ലസന്റ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു സിനോണിം ആണ്. സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ലവ് മീൻസ് അതിന്റെ സിനോണിം ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾ ആലോചിക്കണം. അമിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലവബിൾ ആണ്, എഗ്രീബിൾ ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹേറ്റ്ഫുൾ എന്നൊക്കെ പറയുന്നത്. സോ പ്ലസന്റ്, ഫ്രണ്ട്ലി, ഈസി ടു ലൈക്ക്, അതൊക്കെയാണ് അമീബിൾ എന്ന് പറയുന്നത്. അമിക്കബിൾ, അമിക്കബിൾ, അമിക്കബിൾ എന്ന് പറഞ്ഞാൽ കോഡിയൽ, ഫ്രണ്ട്ലി അല്ലെ,
ഫ്രണ്ട്ലി, സ്നേഹമുള്ളിടത്താണല്ലോ ഫ്രണ്ട്ഷിപ്പും അതുപോലെയുള്ള വികാരം വരുന്നത്. സോ ഒപ്റ്റേൺ ഇൻ എ ഫ്രണ്ട്ലി വേ എന്നൊക്കെ പറയുന്നത് അമിക്കബിൾ, എം വരുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുക, അത് പോസിറ്റീവ് രീതിയിലുള്ള മീനിങ് ആണെന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലായോ? എം വരുമ്പോൾ അപ്പൊ ചിലപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരിക്കാം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ ആൻസറിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ അമിറ്റി, അമിറ്റി, ഫ്രണ്ട്ഷിപ്പ്, സോറി, ഫ്രണ്ട്ലി ആൻഡ് പീസ്ഫുൾ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയും. ഫ്രണ്ട്ലി, ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, friendly relationship. Next is amorous. Amorous, amorous means showing romantic love, showing romantic love, അതാണ് amorous എന്ന് പറയുന്നത്. paramour, അത് a person romantic relationship to somebody. paramour, a person romantic relationship with somebody. enamored, enamored, in love with somebody. എല്ലാം എന്താണ്? ഒരു പോസിറ്റീവ് രീതിയിലുള്ള മീനിങ് ആണ്, അതാണ് അതിന്റെ ഒരു മീനിങ്. നെക്സ്റ്റ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ആംപ്. ആംപ് എന്ന് പറഞ്ഞാൽ വാക്ക്, അല്ലെ ടു ഗോ, ടു വാക്ക് എന്നൊക്കെയാണ് അതിന്റെ ഒരു റൂട്ട് വേർഡിന് മീനിങ്. സോ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആംബുലൻസ്. സോ എന്താണ് ആംബുലൻസ് എന്ന് പറയുന്നത്? ആംബുലൻസ് മീൻസ് വാട്ട്? നമുക്കറിയാം ആംബുലൻസ് എന്താണെന്നുള്ളത് അല്ലേ? ആംബുലൻസ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ദാറ്റ് മൂവ്സ് എ പേഷ്യന്റ്, അതാണ് ആംബുലൻസ്. ആംബുലൻസ് നമുക്കറിയാം. അതുപോലെ തന്നെ ആംബിൾ, ആംബിളിന്റെ മീനിങ് ടു വാക്ക് ഇൻ എ സ്ലോ റിലാക്സ്ഡ് സ്പീഡ്, വാക്ക് ഇൻ എ സ്ലോ റിലാക്സ്ഡ് സ്പീഡ്, അതാണ് ആംബിൾ. നെക്സ്റ്റ് ആംബുലന്റ്. ആംബുലന്റ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഓർ മൂവിങ് അറൗണ്ട്, വാക്കിംഗ് അറൗണ്ട്, വാക്കിംഗ് അറൗണ്ട്. അതുപോലെ ആംബുലേറ്ററി, വാക്ക് അറൗണ്ട് ഈസിലി, മൊബൈൽ എന്നൊക്കെ പറയും. ആംബുലേറ്ററി, ആംബുലേറ്ററി, വാക്ക് അറൗണ്ട് ഈസിലി, വാക്ക് അറൗണ്ട് ഈസിലി. circumambulate, circumambulate, to walk around, to walk around. അതുപോലെ തന്നെ perambulate, perambulate, slowly walk around a place, slowly walk around, walk around. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആംപി ഓർ ആംപി. ബോത്ത് ഓൺ സൈഡ്സ്, അല്ലെങ്കിൽ ബോത്ത് സൈഡ്സ്, അല്ലെങ്കിൽ ബോത്ത് സറൗണ്ടിങ്സ് എന്നൊക്കെ മീനിങ് ഉണ്ട്. സോ നമുക്കിനി നെക്സ്റ്റ് വേർഡ്സ് നോക്കാം, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്. ആംബി ഡെക്സ്ട്രസ്, മിക്കവാറും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംബി ഡെക്സ്ട്രസ്. ആംബി ഡെക്സ്ട്രസ് മീനിങ് എന്താണ്? രണ്ട് ഹാൻഡ്സും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ കഴിവിനെയാണ് പറയുന്നത്. എബിലിറ്റി ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ, ബോത്ത് ഹാൻഡ്സ്, അതാണ് ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. അതുപോലെ ആംബിയൻസ്, നല്ല ആംബിയൻസ് ആണെന്ന് നമ്മൾ പറയും അല്ലെ? നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർ അല്ലെ ക്ലൈമറ്റ്, അല്ലെ നമ്മുടെ സറൗണ്ടിങ്സ്. അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, ആംബിയന്റ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്സ്. അതുപോലെ തന്നെ ആംബിഗ്യുവസ്, ആംബിഗ്യുവസ്, having more than one meaning, not clear അല്ലെങ്കിൽ not decided, equivocal, unclear, ഒരു മീനിങ്ങിൽ doubtful, dubious, ഇതൊക്കെ ഇതിന്റെ ഒരു മീനിങ് ആണ്. more than one meaning, ambiguous, more than one meaning. next word ambivalent. ആംബിവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് ഗുഡും ബാഡും ആയിട്ടുള്ള ഫീലിങ്സ് കാണിക്കുക, രണ്ടു മൈൻഡ്സിൽ.
അല്ലെ, ഡിലേമ, രണ്ട് മൈൻഡോട് കൂടി ഇരിക്കുക, ആംബി വാലന്റ് എന്ന് പറയുന്നത്. ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഫീലിങ്സ്, ഗുഡ് ആൻഡ് ബാഡ് ഫീലിങ്സ്. അംഫീബിയൻ, അംഫീബിയൻ എന്താണ്? ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ജീവികൾ. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ആംഫീബിയൻ എന്ന് പറയുന്നത്. സോ ലാൻഡ് ആൻഡ് വാട്ടറിലും ജീവിക്കുന്ന ആനിമൽസ് നമ്മൾ ആംഫീബിയൻ എന്ന് പറയും. ആംബിവേർട്ട്, ആംബിവേർട്ട് ബോത്ത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയിരിക്കണം. ഇൻട്രോവേർട്ടും ആൻഡ് എക്സ്ട്രോവേർട്ടും ആയിട്ടുള്ള ആൾക്കാരെ, അങ്ങനെ പ്രകടമാകുന്ന ആളിനെയാണ്, പേഴ്സണാലിറ്റി അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്തു പറയും? ആംബിവേർട്ട് എന്ന് പറയും. നെക്സ്റ്റ് റൂട്ട് വേർഡ് ആൻഡ്രോ അല്ലെ ആൻഡ്രോ. ആൻഡ് അല്ലെങ്കിൽ ആൻഡ്രോ മീൻസ് റിലേറ്റഡ് ടു മാൻ അല്ലെങ്കിൽ മെയിൽ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആൻഡ് അല്ലെ ആൻഡ്രോ. ഇനി നമുക്ക് എന്തായാലും വേർഡ്സ് നോക്കാം. ആൻഡ്രോഗൈനസ്, ആൻഡ്രോഗൈനസ് നിങ്ങൾ തന്നെ ശ്രമിച്ചു നോക്കൂ, എന്തായിരിക്കും അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ആൻഡ്രോഗൈനസ് ഹാവിങ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബൈസെക്ഷുവൽ എന്ന് പറയും. ആൻഡ്രോ എന്ന് പറയുന്നത് മെയിൽ തന്നെയാണ്, നമ്മൾ റൂട്ട് വേർഡിൽ പറഞ്ഞല്ലോ. ഗൈൻ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. സോ ആൻഡ്രോ ഗൈനും കൂടെ വരുമ്പോൾ എന്തായിരിക്കും? ബൈസെക്ഷുവൽ, അല്ലെങ്കിൽ എന്താണ്? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. മനസ്സിലായോ? ആൻഡ്രോ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു, പക്ഷെ ആൻഡ്രോ ഗൈനും ഉണ്ട്. ഗൈൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണ്, അത് മനസ്സിലാക്കുക. ആൻഡ്രോഫോബിയ, ആൻഡ്രോഫോബിയ, ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ആണ്. അപ്പൊ എന്തായിരിക്കും? ഫിയർ ഓഫ് മെൻ, അതാണ് ആൻഡ്രോഫോബിയ. അതുപോലെ തന്നെ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ് ആൻഡ്രജൻ, അല്ലെ? ആൻഡ്രജൻ, ആൻഡ്രജൻ എന്താണ്? അതൊരു മെയിൽ ക്യാരക്ടറിസ്റ്റിക്സിന് മെയിൽ ഹോർമോൺ, അങ്ങനെ തന്നെ പറയാം. മെയിൽ ഹോർമോൺ, മെയിൽ ഹോർമോൺ. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള റൂട്ട് വേർഡ് ആണ് ഏരിയം, ഓറിയം, എറി. ഏരിയം, ഓറിയം, അതുപോലെ തന്നെ ARY. ഇറ്റ് മീൻസ് എ പ്ലേസ് ഫോർ, എ പ്ലേസ് ഫോർ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് വേർഡ് എപ്പിയറി. മിക്കവാറും ചോദിക്കുന്ന രണ്ട് വാക്കുകളാണ് എപ്പിയറിയും അതുപോലെ ഏവിയറി. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. എപ്പിയറി എന്ന് പറഞ്ഞാൽ പ്ലേസ് ഫോർ കീപ്പിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു ARY വരുമ്പോൾ എന്താണ്? അതൊരു പ്ലേസ് ആണ്. എ പ്ലേസ് ഫോർ എന്താണ്? കീപ്പിംഗ് ബീസ്. സോ പി വരുമ്പോൾ എന്താണ്? ബി. പി വരുമ്പോ ബി. ഇനി അതിന്റെ കൂടെ തന്നെ ഏവിയറി കൂടെ ഓർത്തോളൂ. ഏവിയറി എന്തായിരിക്കും? ഒരു പ്ലേസ് ആണ്, അല്ലെ? പ്ലേസ് ഫോർ കീപ്പിംഗ് ബേർഡ്സ്. ബേർഡ്സിനെ പ്ലേസ് ചെയ്യുന്ന ഏവിയറി, ബീസിനെ പ്ലേസ് ചെയ്യുന്ന എപ്പിയറി. അക്വേറിയം, അക്വേറിയം എന്താണ്? അക്വേറിയം എന്ന് പറയുന്നത് ടാങ്ക് ആണ്, നമുക്കറിയാം. ലൈഫ് ഫിഷ് ആൻഡ് അക്വാട്ടിക് ആനിമൽസിനെ ഒക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു ടാങ്ക് ഫിൽഡ് വിത്ത് വാട്ടർ ആണ് അക്വേറിയം എന്ന് പറയുന്നത്. ലൈഫ് ഫിഷ് ആൻഡ് അക്വാട്ടിക് ആനിമൽസ്. ഏരിയം മനസ്സിലായോ? അതൊരു പ്ലേസ് ആണ്. ഓഡിറ്റോറിയം, നെക്സ്റ്റ് വൺ. എന്താണ് ഓഡിറ്റോറിയം? ഓഡിറ്റോറിയം പ്ലേസ് ഫോർ ഗ്യാദറിംഗ് ഓഡിയൻസ്, അല്ലെ? ഓഡിയൻസ്. ക്രിമറ്റോറിയം, ക്രിമറ്റോറിയം എന്താണ്? പ്ലേസ് വേർ ബോഡീസ് ഓഫ് ഡെഡ് പീപ്പിൾ ആർ ബേൺഡ്. ഡെഡ് പീപ്പിൾ ആർ ബേൺഡ്, ഡെഡ് പീപ്പിൾ ആർ ബേൺഡ്. മോർച്ചറി, ARY വരുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. മോർച്ചറി എന്താണ്? മോർച്ചറി പ്ലേസ് ഫോർ കീപ്പിംഗ് ഡെഡ് ബോഡീസ്, കീപ്പിംഗ് ഡെഡ് ബോഡീസ്, ഡെഡ് ബോഡീസ്. പിസ്കറി, ഫിഷ് കറി അല്ലാട്ടോ, പിസ്കറി. പ്ലേസ് ഫോർ ഫിഷിംഗ്. നെക്സ്റ്റ് നഡാട്ടോറിയം, നഡാട്ടോറിയം അതുപോലെ ഇൻഡോർ സ്വിമ്മിംഗ് പൂളിനെയാണ് പറയുന്നത്. ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ. പ്ലാനിറ്റോറിയം, പ്ലാനിറ്റേറിയം, സോറി പ്ലാനിറ്റേറിയം എന്താണ്? പ്ലാനിറ്റേറിയം എന്ന് പറയുമ്പോൾ
ഇമേജസ് ഓഫ് സ്റ്റാർസ് അതുപോലെ പ്ലാനറ്റ്സ് ഒക്കെ കാണിക്കുന്ന പ്ലേസ്, ഇമേജസ് ഓഫ് സ്റ്റാർസ് ഒക്കെ കാണിക്കുന്ന പ്ലേസ് ആണ് ഇത് പ്ലാനറ്റേറിയം. നെക്സ്റ്റ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ആസ്ട്രോ അല്ലെങ്കിൽ ആസ്റ്റർ. ആസ്ട്രോ അല്ലെങ്കിൽ ആസ്റ്റർ ഡീൽസ് വിത്ത് സ്റ്റാർ, സ്റ്റാർ എന്നൊരു മീനിങ്. സോ നമുക്ക് വേർഡ്സ് നോക്കാം. ആസ്റ്റർ, ആ വേർഡിന്റെ തന്നെ മീനിങ് നോക്കാം. ആസ്റ്റർ, ആസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ. ഓക്കെ, സ്റ്റാർ ലൈക്ക് എ പ്ലാൻ വിത്ത് മെനി ലോങ് നാരോ പെറ്റൽസ് ലൈക്ക് സ്റ്റാർ എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാർ ലൈക്ക് പ്ലാൻ, സ്റ്റാർ ലൈക്ക് പ്ലാൻ. അസ്റ്ററിസ്ക്, അസ്റ്ററിസ്ക് സ്റ്റാർ ഷേപ്ഡ് സൈൻ, സ്റ്റാർ ഷേപ്ഡ് സൈൻ, അതിനെ നമ്മൾ അസ്റ്ററിക് എന്ന് പറയും. അസ്റ്ററിസ്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സൈൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അസ്റ്റീറോയിഡ്, അസ്റ്റീറോയിഡ്, അസ്റ്റീറോയിഡ് എന്താണ്? എനി വൺ ഓഫ് ദ സ്മോൾ പ്ലാനറ്റ്സ് റിസംബിൾസ് എ സ്റ്റാർ, റിസംബിൾസ് എ സ്റ്റാർ. A star and go around the sun. Astrology, astrology ഉണ്ട്, അതുപോലെ തന്നെ astronomy ഉണ്ട്. astronomy, astronomy ഇതാണ് scientific study of stars, study of stars എന്ന് പറയുന്നത്. astronomy ആണ് scientific study of stars എന്ന് പറയുന്നത്. astrology എന്ന് പറഞ്ഞാൽ study of effects of stars, effects of stars നമ്മൾ ജ്യോതിഷം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, effects of stars, അതാണ് astrology. astronaut എന്ന് പറഞ്ഞാൽ എന്താണ്? astronaut, astronaut trained for traveling in space, for traveling in space, traveling space. Next root word ആണ് bell. bell means, root word means war, war എന്നാണ് mean. antebellum, antebellum, antebellum means before a war, ഒരു യുദ്ധത്തിന് മുൻപേ ഉള്ള കാര്യം, before a war. അതുപോലെ തന്നെ bellicose, bellicose aggressive, warlike, always showing a desire to fight, ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസയർ കാണിക്കുന്നതിനെ നമ്മൾ ബെല്ലിക്കോസ് എന്ന് പറയും. വാർ ലൈക്ക്, അഗ്രസീവ് എന്നൊക്കെ പറയും. ബെല്ലിഗറന്റ്, ബെല്ലിഗറന്റ് വില്ലിംഗ് ടു ഇൻവോൾവ് ഇൻ വാർ, ഇൻവോൾവ് ഇൻ എ വാർ, അതായത് ഹോസ്റ്റൈൽ, അഗ്രസീവ്, ഇതൊക്കെ തന്നെ ബെല്ലിഗറന്റിന്റെ മീനിങ്. കോ ബെല്ലിഗറന്റ്, കോ ബെല്ലിഗറന്റ്, co-belligerent nation that cooperates with another in a war. Co ചെയ്യുന്ന together, ഒരുമിച്ച്. nation that cooperates with another in a war, another in a war. സോ നമ്മൾ ആന്റിബെല്ലം പറഞ്ഞു, അതുപോലെ തന്നെ പോസ്റ്റ് ബെല്ലം ഉണ്ട്. അപ്പൊ ആന്റിബെല്ലം ബിഫോർ വാർ ആണ്, പോസ്റ്റ് ബെല്ലം എന്തായിരിക്കും? ആഫ്റ്റർ എ വാർ, ആഫ്റ്റർ എ വാർ. റിബൽ, റിബൽ എന്ന് പറയുന്നത് എന്താണ്? ബെല്ല് ഫുൾ REBL മാത്രമേ ഉള്ളൂ, എന്നാൽ പോലും അതെന്താണ്? നമ്മുടെ റിബൽ ഫൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് റിബൽ. നമ്മുടെ ഗവൺമെന്റിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന റിബൽ ക്യാരക്ടർ എന്നൊക്കെ. അപ്പൊ റെബല്യൻ, റെബല്യൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു റിവോൾട്ട് ആണ് അല്ലെ? അതും എന്താ തന്നെയാണ്? ബെല്ലുമായിട്ട് ബന്ധപ്പെട്ട. നെക്സ്റ്റ് റൂട്ട് വേർഡ് ആണ് ബെനെ, BENE മീൻസ് ഗുഡ്, ഗുഡ്, വെൽ എന്നതാണ് അതിന്റെ ഒരു മീനിങ്. സോ ഫസ്റ്റ് വേർഡ് benediction, 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 a good saying എന്ന് പറയും. blessing എന്നൊക്കെ പറയും. blessing നല്ല കാര്യമാണല്ലോ. സോ അതെന്താണ്? benediction. benefactor, 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 a person who gives money or other helps to a person. sponsor എന്നൊക്കെ നമ്മൾ പറയും. നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു പേഴ്സണ് നമ്മൾ എന്താണ് മണി കൊടുക്കുന്നത്. benefactor gives money, gives money. Next, beneficent, beneficent,
ബെനിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ, കൈൻഡ്, അതായത് നമ്മൾ സഹായം കൊടുക്കുന്നതിന്, ഷോയിങ് കൈൻഡ്നെസ്, ഇതിനെയൊക്കെ നമ്മൾ ബെനിഫിഷ്യൻ്റ് എന്ന് പറയും. നെക്സ്റ്റ് ബെനിഫിഷ്യറി, നമ്മൾ ബെനിഫാക്ടർ പഠിച്ചു, അതുപോലെ തന്നെ ബെനിഫിഷ്യറി ഉണ്ട്. ബെനിഫിഷ്യറി who receives benefits, receives benefits, receives benefits. ബെനിഫിറ്റ്, ബെനിഫിറ്റ് നമുക്കറിയാം ഗെയിന്, എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയും. ബെനവലന്റ്, ബെനവലന്റ്, ബെനവലന്റ്. വിഷ് ടു ഡു ഗുഡ് ടു അതേഴ്സ്, ഗുഡ് ടു അതേഴ്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മാലവേലന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നത്, ആന്റോണിയമാണ്. ബെനവലന്റ്. ബെനൈൻ, ബെനൈൻ, കൈൻഡ്, ഹാംലെസ്, കൈൻഡ്, ഹാംലെസ്, അതാണ് എന്ത് ബെനൈൻ. സോ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയാണ്, ബൈ എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പൊ ബൈസെക്ഷൽ, ബൈ വീക്ക്ലി, ബൈ ഇയർലി, ബൈസെക്ട്, ഇതൊക്കെ എന്താണ്, രണ്ടാക്കുക, രണ്ടെന്നുള്ള മീനിങ് ആണ്. ബൈ മീൻസ് 2 എന്നുള്ള മീനിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു റൂട്ട് വേർഡ് ആണ് ബൈ ബിബിലോ. ബിബിലോ എന്ന് പറയുന്നത് ബുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ബിബിലോ, ബിബിലോ. സോ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്, സേക്രഡ് ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. അതുപോലെ തന്നെ ബിബിലിയോഗ്രഫി, ബിബിലിയോഗ്രഫി ലിസ്റ്റ് ഓഫ് ബുക്സ് ആണ്, ലിസ്റ്റ് ഓഫ് ബുക്സ്. ബിബിലിയോഫൈൽ, ബിബിലിയോഫൈൽ, ലവർ ഓഫ് ബുക്സ്, ലവർ ഓഫ് ബുക്സ്. ബിബിലിയോമാനിയ, ബിബിലിയോമാനിയ, excessive desire for collecting books, excessive desire for collecting books. Bibliophobia, bibliophobia, എന്താണ്, fear of books, fear of books. Next root word ആണ് side. Side means to kill, side means to kill. Fratricide, fratricide, killing of one's brother or sister, killing of one's brother or sister. Next word genocide. Genocide means killing of ഒരു group, killing of a race or racial, cultural, political group, killing of racial group or political group. Next one is germicide, germicide, killing of germs, an agent for killing of germs or microorganisms. Herbicide അതുപോലെ തന്നെ വരും. Herbicide എന്താണ്, herbicide, herbicide. Herbicide എന്ന് പറഞ്ഞാൽ substance used to control undesired plants, undesired plants, undesired plants. Next word homicide, homicide, killing another human, killing another one, killing another human. Next is infanticide, infanticide, killing of infant, killing of infant. Next is matricide, matricide, killing of one's own mother, killing of one's own mother, killing of one's own mother. Next parricide, killing of parent or other relatives, killing of parents of other relatives. Next one is patricide, killing of one's own father,
Killing of one's own father. One's own father. Next one is regicide. Killing of king. Person who kills or helps to kill a king. Killing of king. Next one is sororicide. Sororicide. Killing of one's sister. Uxoricide. Uxoricide. Killing of wife. Killing of wife. പിന്നെ സൂയിസൈഡ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളെ തന്നെ അവനവനെ തന്നെ കില്ല് ചെയ്യുന്നത് സൂയിസൈഡ്. സിസ്റ്റർ ആണെങ്കിൽ സൊറോറിസൈഡ്. ഉക്സോറിസൈഡ് എന്താണ്? വൈഫിനെ കില്ല് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ റൂട്ട് വേർഡ്സും ഈ വേർഡ്സും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 1-2 തവണ ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. റൂട്ട് വേർഡ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പല വേർഡ്സുമായിട്ട്. അങ്ങനെ പല വേർഡ്സിന്റെ മീനിങ്സ് നമുക്ക് മനസ്സിലാക്കി തന്നെ ഓർത്തിരിക്കാൻ പറ്റും. നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റി 4 ഓപ്ഷൻസിൽ നിന്ന് ഏത് വേണമെന്നും ഏതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയണമെന്നും നമുക്ക് മനസ്സിലാകും. സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.